അതെമ്പളെ ഗുളിക തറയല്ലേ ഗുളികന്മാരെ നമ്മളെ പറമ്പ് വെച്ചിട്ടാൻ വരുന്നതാ മോളെ വരവ്. കണ്ടിട്ടുണ്ടോ ഗുളികത്താറ്? എല്ലാവർക്കും ടിഗ്നോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ഞങ്ങളുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് കേട്ടോ. ഇത് ഗോവിന്ദൻകണ്ടി കരിങ്കാളി ക്ഷേത്രം, നിട്ടൂര്. ഈ ക്ഷേത്രം എൻ്റെ അച്ഛന്റെ അമ്മയുടെ തറവാടുമായി ബന്ധപ്പെട്ട ഒരു തറവാട് ക്ഷേത്രമാണ്. ഏകദേശം 700ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് വളരെ വലിയൊരു ചരിത്രവും ഐതിഹ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഗോവിന്ദൻകണ്ടി കരിങ്കാളി ക്ഷേത്രത്തിന്റെ പൂർവ്വ ചരിത്രം. പൂർവികരായ കാരണവന്മാരുടെ കൈമാറി സിദ്ധിച്ച വിവരമനുസരിച്ച് ഏതാണ്ട് 700ഓളം വർഷമുണ്ട് ഗോവിന്ദൻകണ്ടി കരിങ്കാളി ക്ഷേത്രത്തിനും തറവാടിനും. കഴിഞ്ഞ കാലത്ത് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നചിന്തയിലും മേൽപ്പറഞ്ഞ വർഷത്തെ പഴക്കം തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഗോവിന്ദൻകണ്ടി എന്ന ഇന്നത്തെ നാമധേയം ഗോവിന്ദൻ കണ്ടകണ്ടി എന്ന പേര് ലോപിച്ചിട്ടുണ്ടായതാണ്. മേൽപ്പറഞ്ഞ വർഷകാലത്ത് നമ്മുടെ നെട്ടൂരിലുള്ള ഇന്നത്തെ മലയാവള്ളി മഠം പണ്ടത്തെ ബ്രാഹ്മണരുടെ ഇല്ലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗോവിന്ദൻ എന്നു പേരായ മഹാജ്ഞാനിയായ ബ്രാഹ്മണൻ ഗോവിന്ദൻകണ്ടി തറവാട്ടിൽ ഭാര്യാസന്തതികളുമായി കഴിഞ്ഞിരുന്നത്രേ. ഈ കാലയളവിൽ 100 ഏക്കർ കരഭൂമികളും നെൽപ്പാടങ്ങളും ഗോവിന്ദൻകണ്ടിയിൽ സിദ്ധിക്കുകയും ധാരാളം കൃഷി നടത്തുകയും അനേകം കുടിയാന്മാർക്ക് അന്നത്തെ വ്യവസ്ഥ പ്രകാരം ഭൂമി ചാർത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചില പ്രദേശങ്ങളിലുള്ള തറവാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അവർക്ക് ധാരാളം സ്ഥലം ജന്മമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേൽപ്പറഞ്ഞ നമ്പൂതിരി ഈ തറവാട്ടിൽ ഭാര്യാസന്തതികളുമായി കഴിയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കുകയും ചെയ്തു എന്നും ഇന്ന് ക്ഷേത്രം കുടികൊള്ളുന്ന സ്ഥലത്ത് കന്നിമൂലയിൽ തപസ്സനുഷ്ഠിച്ച് കരിങ്കാളിയെ പ്രത്യക്ഷപ്പെടുത്തുകയും അവിടെ കാളിക്ക് ക്ഷേത്രം പണിത് പൂജാവിധികൾ നടത്തി പരിപാലിച്ചു പോന്നു. അങ്ങനെ ഗോവിന്ദൻ എന്ന നാമത്തിലുള്ള വ്യക്തി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്തിന് ഗോവിന്ദൻ കണ്ടകണ്ടി എന്ന പേര് വന്നു. പിന്നീട് അത് ലോപിച്ച് ഗോവിന്ദൻകണ്ടി എന്നായെന്നും ചരിത്രം പറയുന്നു. കാരണവർ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തി പോരുകയും അദ്ദേഹം സമാധിയായതിന്റെ ശേഷം പൂജാവിധികൾ മുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ തറവാട്ടിൽ വളരെ അനിഷ്ടങ്ങൾ ഉണ്ടായി. ശേഷമുണ്ടായ പ്രശ്നചിന്തയിൽ ബ്രാഹ്മണനും കൂടി ദേവിയുടെ ശ്രീകോവിലിന്റെ തുല്യ വലുപ്പത്തിൽ ശ്രീകോവിൽ നിർമ്മിക്കുവാനും അതുപോലെ ദേവിയുടെ പ്രതിഷ്ഠാ പീഠത്തിന്റെ അതേ വലുപ്പത്തിൽ ബ്രാഹ്മണനെയും പീഠത്തിൽ പ്രതിഷ്ഠിക്കാനും തീരുമാനമായി. പിൻതലമുറക്കാർ ഉത്സവവും തുലാമാസത്തിൽ നമ്പൂതിരിമാർ വന്ന് പായസനേദ്യവും വെള്ളനേദ്യവും അപ്പവും പഴവും കൊടുക്കുന്ന സമ്പ്രദായത്തിൽ കഴിക്കുകയും ചെയ്തു പോന്നു. ഉത്സവത്തിന് ആന എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല തുലാപ്പത്തിന്റെ കൊടുക്ക കഴിഞ്ഞാൽ വൈകിട്ട് കാരണവർ പരിവാരങ്ങളോടൊപ്പം നായാട്ട് വെളിയാട് കൂടി നായാട്ടിന് പോകുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു. തുലാപ്പത്തിന് തറവാട്ടിൽ കീഴിലെ മുഴുവൻ കുടിയാന്മാരും ക്ഷേത്രത്തിൽ എത്തി പങ്കെടുക്കണമെന്നും നിർബന്ധവുമുണ്ട്. മാത്രമല്ല പ്രസാദ ഊട്ട് കഴിഞ്ഞ ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോവുകയുള്ളൂ. ഉത്സവ സമയത്ത് ദേവിയുടെ നീരാട്ട് നടത്തുന്ന ഒരു ജലാശയം ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരിക്കലും വറ്റാത്ത നീരുറവയായി അത് ഇന്നും ദേവിക്ക് അഭിമുഖമായി നിലകൊള്ളുന്നു. വളരെ ഐശ്വര്യത്തിൽ പോയിക്കൊണ്ടിരുന്ന തറവാട്ടിൽ കാലക്രമേണ ക്ഷയം വന്നു തുടങ്ങി. ക്ഷേത്രവും തറവാടും അന്യം നിന്ന് പോകാൻ ഒരു പ്രധാന കാരണം ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വലിയ കായൽ, അതായത് മുളക്കൂട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടത്. കൊയ്ത്ത് കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ് കളത്തിൽ നിന്നും കാരണവർ നെല്ല് അളക്കുന്ന സമയം കായൽ തുച്ഛം കാറ്റിൽ ഉലഞ്ഞ് വന്ന് നെല്ലിന്റെ പൊലി തടവുമായിരുന്നു. ഓരോ തടവലിലും നെല്ല് പൊലിഞ്ഞു വരുമായിരുന്നു. മുൻകോപിയായ ഒരു കാരണവർ അരയിൽ വെച്ച പിച്ചാത്തി കൊണ്ട് കായൽ തുച്ഛം മുറിച്ചു മാറ്റി. അപ്പോൾ മുറിഭാഗത്തു നിന്ന് രക്തം തുള്ളിയായി വീഴുകയും മുളങ്കൂട്ടം ഉണങ്ങിപ്പോവുകയും ചെയ്തു. അതോടെയാണ് ക്ഷേത്രത്തിനും തറവാട്ടിനും പൂർണ്ണമായി ക്ഷയം വന്നത് എന്ന് പറയപ്പെടുന്നു.
പിന്നീട് കുറഞ്ഞ കാലം കൊണ്ട് ക്ഷേത്രം ഉയർത്തെഴുന്നേൽക്കുകയും പിൻതലമുറയുടെ പ്രയത്നത്താൽ ബഹുമാന്യനും ആരാധ്യനുമായ ശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. പൂജാകർമ്മങ്ങളും കാളീദേവിക്ക് ഗുരുതി തർപ്പണവും ചെയ്തു പോരുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ നെട്ടൂർ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി പശ്ചാത്തല സൗകര്യം ഒരുക്കി വീണ്ടും തിറ മഹോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ഉത്സവം നടത്തി ക്ഷേത്രത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്ന നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും പരിശ്രമത്തെ ഭക്ത്യാദരപൂർവ്വം നമിച്ചുകൊള്ളുന്നു. ഇതാണ് ഗോവിന്ദൻ കണ്ടി കരിങ്കാളി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ഞങ്ങളെ തറവാടുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദേവസ്ഥാനമാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടുത്തെ തറയും പരിസരം ഉൾപ്പെടുന്ന ചില ദൃശ്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. സപ്തദേശ സംഗമം എന്നാണ് പറയുന്നത്. 7 ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ ഉത്സവത്തിലേക്ക് വരവ് വരുന്നത്. കലവറ നിരക്കിൽ വരുന്നത് മലയാളപ്പുഴ, നദിപ്പുഴ, അതേപോലെ തന്നെ ആയുധം വരവ് ചാത്തങ്കോട്ട് നിന്നും, രണ്ടാം വരവ് കരിങ്ങോട്ടിൽ നിന്നും, തോട്ടി വരവ് മുട്ടമ്പുറ ഭാഗത്തു നിന്നുമാണ് വരുന്നത്. 7 ദേശങ്ങളുടെ സംഗമമായിട്ടാണ് ഇളനീയുമായി കുഴിക്കാട് ഭാഗത്താണ് ഇളനീയം വരുന്നത്. ഇതിന് 7 ദേശങ്ങളുടെ സംഗമമായിട്ടാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രത്യേകത ഒരിക്കലും വൈകാത്ത നീതിറവ ഇതിന് മുമ്പിലുണ്ട്. അവിടെയാണ് കരിങ്കാളിയമ്മ കുളിച്ചിരുന്നത്. ഏത് വരൾച്ച വന്നാലും പറ്റാത്ത നീതിറവയാണ്. പ്രകൃതി കനിഞ്ഞരുകി തിരുളിയ ഒരു പ്രദേശമാണ് ഈ സ്ഥലം. ഇവിടുന്ന് ക്ഷേത്രത്തിന്റെ ചുറ്റും നോക്കി അലകളാണുള്ളത്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കരിങ്കാളി കൂടിയിരിക്കുന്നത്. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇതിന്റെ ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരിയും ഇതിന്റെ സമിതിയുടെ ചെയർമാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനടുത്തുള്ള ഒരു കമ്മിറ്റിയാണ് ശേഷമാണ് ഈ ഉത്സവം നടക്കുന്നത്. അതിപ്പോൾ 4ാമത്തെ വർഷമാണ് ഉത്സവം നടക്കുന്നത്. നാട്ടുകാരുടെ പൂർണ്ണമായ സഹായത്തോടുകൂടി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് ഈ ഉത്സവം അതിഗംഭീരമായി നടക്കുന്നത്. ഇവിടെ പ്രധാന ദേവി കരിങ്കാളിയാണ്. കരിങ്കാളി, നാഗകാളി, അലച്ചില്, ഉള്ളികൻ, അത്തിച്ചാത്തൻ, നർമ്മദേവി, പിന്നെ ഒരു പരിചാരകൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ വരുന്നുണ്ട്. അത് നേരത്തെ വരുന്ന ഒരു കാര്യസ്ഥ ഭാവം വഹിച്ചാണ് അയാളെ പ്രത്യേകമായിട്ട് സങ്കല്പിച്ചത്. പരിചാരകൻ എന്നും പറഞ്ഞാണ് ഇവിടെ പൂജിക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. 3 ദിവസത്തെ ഡേയാണ്. ജനുവരി 1-ാം തീയതി അട്ടക്കര, 1-ാം തീയതി എല്ലാ ഉള്ളാട്ടുകളും, 1-ാം തീയതി മുഴുവൻ തറകളും, വൈകുന്നേരം 3 മണിയോടുകൂടി കോഴിവെട്ടി ഗുരുതി തർപ്പണം കഴിഞ്ഞതിന് ശേഷം തറ അവസാനിക്കും. അങ്ങനെയാണ് നമ്മൾ ബംഗാളിയുടെ മുടി വയ്ക്കുന്നതിന് മുമ്പെയാണ് കോഴി വെട്ടി ഗുരുതി തർപ്പണം ചെയ്യുന്നത്.